ഞാൻ ആദ്യമായി മക്കത്തേക്കും മദീനത്തേക്കും പോവുകയാണ്. സ്വീകാര്യതയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇല്യാസാണ്, മലപ്പുറത്ത് നിന്നും. ആദ്യമായി മക്കത്തും മദീനത്തും പോകുന്നവർ സ്വീകാര്യതയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത്, ഇവിടെ നിന്ന് പോകുമ്പോൾ സാധാരണ യാത്രക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, നിസ്കരിക്കുക, അതുപോലെ തന്നെ അതിൻ്റേതായ സ്വീകാര്യതയുടെ അമലുകളൊക്കെ ചെയ്യുക, അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പിന്നെ അവിടെ ചെന്നാൽ പരിശുദ്ധ കഅബാലയം ആദ്യമായി ഒരു മനുഷ്യൻ കാണുകയാണ്. ആദ്യമായി കഅബാലയം കാണുന്ന ഒരു മനുഷ്യൻ പറയേണ്ടത് എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. ഹൃദയം പൊട്ടി 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 ദുആ ചെയ്യണം. എല്ലാ നന്മകളും, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ നന്മകളും തരണം. കഅബാലയം ആദ്യം കാണുമ്പോൾ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ആദ്യം കാണുമ്പോൾ പറയുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ആ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യണം. പിന്നെ ആദ്യം പോകുമ്പോൾ ഉണ്ടാകുന്ന അതേ തഖ്വ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ സൂക്ഷ്മമായി കൊണ്ടുവന്ന് തിരിച്ച് നാട്ടിലും വീട്ടിലുമൊക്കെ ജീവിക്കുമ്പോൾ ആ തഖ്വയോടുകൂടി ജീവിക്കണം. അള്ളാഹു മക്കയുടെയും മദീനയുടെയും പൊരുത്തം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എൻ്റെ വീടിൻ്റെ പുറത്ത് ഒരു മരച്ചുവട്ടിൽ നിന്നും കുറേ പൂജാ സാധനങ്ങൾ കിട്ടി. ഇത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വല്ലാത്ത ഭയം തോന്നുന്നു. ഉസ്താദിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് ഷാനിഫ ഉമറാണ്, മലപ്പുറത്ത് നിന്നും. ഈമാനുള്ള, തഖ്വയുള്ള, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർ ആ വിഷയത്തിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പിശാചുപരമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പൈശാചികമായ കുറേ വിഷയങ്ങൾ അതിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈമാനുള്ളവർ ആ വിഷയത്തിൽ ഭയപ്പെടേണ്ട. നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല, അങ്ങനെ കേവലം ഓടിച്ചാടി നടക്കുന്ന കേവലം ഒരു മുസ്ലിം എന്ന പേര് മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കണം. കാരണം പിശാചിന് നിങ്ങളെ കീഴടക്കാൻ വലിയ എളുപ്പമാണ്. പൈശാചികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അള്ളാഹു അവരെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ എന്ത് കിട്ടിയാലും ഒഴുകുന്ന വെള്ളത്തിലേക്ക് അങ്ങനെ തന്നെ ഒഴുക്കി വിട്ടുകളയലാണ് ഏറ്റവും അഭികാമ്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്.